വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് ഇന്ന് കൂടി അവസരമുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ 10 ദിവസം മുൻപ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കുക. 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചോ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴി അപേക്ഷിക്കുന്നവർ voters.eci.gov.in പ്രവേശിച്ച് മൊബൈൽ നമ്പർ നൽകി പുതിയ അക്കൗണ്ട് സൃഷ്ടിച്ച് ലോഗിൻ ചെയ്ത് വേണം തുടർ നടപടികൾ ചെയ്യാൻ. ഇംഗ്ലീഷിലോ മലയാളത്തിലോ അപേക്ഷാ എൻട്രികൾ പൂരിപ്പിക്കാൻ സാധിക്കും. ന്യൂ രജിസ്ട്രേഷൻ ഫോം ജനറൽ ഇലക്ടറൈസ് എന്ന ഓപ്ഷൻ തുറന്ന് സംസ്ഥാനം, ജില്ല, പാർലമെന്റ്, നിയമസഭാ മണ്ഡലങ്ങൾ എന്നിവയുടെ പേര്, വ്യക്തിഗത വിവരങ്ങൾ, ഇമെയിൽ ID, ജനന തീയതി, വിലാസം തുടങ്ങിയ വിവരങ്ങൾ നൽകി പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്ത് വേണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആധാർ കാർഡ് ലഭ്യമല്ലെങ്കിൽ മറ്റ് രേഖകൾ അപ്ലോഡ് ചെയ്യണം. തുടർന്ന് അധികൃതരുടെ പരിശോധനയ്ക്ക് ശേഷം പട്ടികയിൽ പേരുൾപ്പെടുത്തി നൽകിയിരിക്കുന്ന വിലാസത്തിൽ തപാൽ വഴി വോട്ടർക്ക് തിരിച്ചറിയൽ കാർഡ് അയക്കും. വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ വരുന്ന OTP രജിസ്ട്രേഷൻ ഉപയോഗിച്ച് ലോഗിൻ രജിസ്ട്രേഷൻ നടത്താം. തുടർന്ന് വ്യക്തിഗത വിവരങ്ങൾ, ഫോൺ, ഇമെയിൽ ID, ജനനത്തീയതി, വിലാസം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്ത് വോട്ടറായി പേര് രജിസ്റ്റർ ചെയ്യാം. ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി അതത് BLOമാരെ സമീപിച്ച് രേഖകൾ സഹിതം നേരിട്ട് അപേക്ഷ നൽകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ voters.eci.gov.in എന്ന വെബ് പോർട്ടലിൽ പരിശോധിച്ചാൽ അതത് മണ്ഡലങ്ങളിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ വിവരങ്ങൾ ലഭിക്കും. ഇതിനകം അപേക്ഷ നൽകിയവർ വീണ്ടും നൽകേണ്ടതില്ല. അപേക്ഷ സംബന്ധിച്ച സ്ഥിതിവിവരം ഓൺലൈനായോ അതത് താലൂക്ക് ഓഫീസുകളിലെ തെരഞ്ഞെടുപ്പ് വിഭാഗം, BLO എന്നിവിടങ്ങളിൽ നിന്നോ അറിയാവുന്നതാണ്.